ഭാഗം 10 ലക്നാക് എന്ന വിചിത്ര ദ്വീപ്. ആ രാജ്യത്ത് എന്നെ കൂടുതൽ നാൾ പിടിച്ചു നിർത്താനുള്ള യാതൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോകാനുള്ള ആഗ്രഹം തീവ്രമായി. അങ്ങനെ ആ രാജ്യത്തോട് വിട പറഞ്ഞ് ലക്നാക് ദേശത്തേക്ക് തിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ ലക്നാനിലേക്ക് പോകുന്ന കപ്പൽ ആ സമയത്ത് തയ്യാറായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു മാന്യനോടും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോടുമൊപ്പം ഗ്ലബ്ഡബ് ഡ്രിബ് എന്ന ചെറുദ്വീപിലേക്ക് പോകുവാൻ ഞാൻ നിർബന്ധിതനായി. ആ ദ്വീപ് മാന്ത്രികരും ദുർമന്ത്രവാദം പിന്തുടരുന്ന ജനങ്ങളും വസിക്കുന്നിടമായിരുന്നു. ദ്വീപിലെ ഗവർണറെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ശുശ്രൂഷിച്ചിരുന്നത് മരിച്ചവരിൽ നിന്ന് വിളിച്ചു വരുത്തിയ പരിചാരകരായിരുന്നു. എൻ്റെ അഭ്യർത്ഥന പ്രകാരം എനിക്ക് ഹോമർ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരെയും ഇംഗ്ലണ്ടിലെ ചില മാന്യന്മാരെയും കാണാനിടയായി. അഴിമതി നിറഞ്ഞ സമകാലിക തലമുറയേക്കാളും ഉത്കൃഷ്ടരാണ് അവരെന്ന് എനിക്ക് തോന്നി. ഗ്ലബ്ഡബ് ഡ്രിബ് ദേശത്തു നിന്നും ഞാൻ ലക്നാനിലേക്ക് പുറപ്പെട്ടു. അത് ആപൽക്കരമായ ഒരു യാത്രയായിരുന്നു. യൂറോപ്പിൽ നിന്ന് ഡച്ചുകാരെ മാത്രമേ ജപ്പാനിൽ പ്രവേശിപ്പിക്കൂ എന്നുള്ളതുകൊണ്ട് ഞാനൊരു ഡച്ചുകാരനായി നടിച്ച് ആ രാജ്യത്തേക്ക് യാത്ര ചെയ്തു. കാരണം ആ രാജ്യത്തേക്ക് പോകാൻ ഞാൻ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ യാത്രാരേഖകളൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കപ്പെട്ടു. ഒടുവിൽ രാജാവിനെ കാണുവാൻ എനിക്ക് അനുവാദം ലഭിച്ചു. ലക്നാക് പ്രദേശക്കാർ വളരെ ഉദാരരും വിനീതരുമാണെന്ന് ഞാൻ കണ്ടു. അവരുടെ രാജ്യത്തുള്ള പ്രത്യേക ഇനമായ അമരന്മാരെ കാണാനായി അവർ എന്നെ കൊണ്ടുപോയി. നെറ്റിയിൽ ചുവന്ന അടയാളത്തോടെ ജനിക്കുന്ന കുഞ്ഞ് ആണാകട്ടെ പെണ്ണാകട്ടെ ജരാനരകളില്ലാത്തവരാകാൻ വിധിക്കപ്പെടുന്നു. ഈ അറിവ് എന്നെ സന്തുഷ്ടനാക്കി. അത്തരം ഒരു വർഗത്തിൽ ജനിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചുപോയി. അമർത്യതയുടെ യഥാർത്ഥ സ്ഥിതി ലക്നാക് ദേശക്കാർ എനിക്ക് വിവരിച്ചു തന്നു. 30 വയസ്സുവരെ അമരന്മാരും സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ്. പക്ഷേ വളരും തോറും അവർ വിഡ്ഢികളാവുകയും എല്ലാ സന്തോഷങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെടുകയും പിൻവാങ്ങുകയും ചെയ്യും. ഓർമ്മയും നഷ്ടമാകും. അതോടെ തൊഴിലില്ലാതെ വരികയും വിരൂപികളും വൈകല്യമുള്ളവരും ആയി മാറുകയും 80-ാം വയസ്സിൽ മരിച്ചവരായി കണക്കാക്കപ്പെടുകയും ചെയ്യും. അമരരുടെ കഷ്ടതരമായ അവസ്ഥ കണ്ടപ്പോൾ മരിക്കാതിരിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം നഷ്ടമായി. ജപ്പാൻ ചക്രവർത്തിക്കുള്ള രാജാവിൻ്റെ കത്തുമായി ഞാൻ 1709 മെയ് 6 ലക്നാക് വിട്ടു. രാജാവ് എനിക്ക് കുറച്ച് സ്വർണവും ചുവന്ന വജ്രവും തന്നു. എൻ്റെ കപ്പൽ ജപ്പാനിലെ സാമോഷി എന്ന ചെറിയ തുറമുഖ പട്ടണത്തിൽ എത്തിച്ചേർന്നു. കസ്റ്റംസ് ഓഫീസർമാർ രാജാവിൻ്റെ കത്ത് കണ്ടു. അവർ വളരെ ആദരവോടെ എന്നെ അവിടെ സ്വീകരിച്ചു. ഒരു ഹോളണ്ടുകാരനായി ഞാൻ അംഗീകരിക്കപ്പെടുകയും എൻ്റെ കത്ത് ചക്രവർത്തിക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ഹോളണ്ടിൽ ഏറെക്കാലം കഴിഞ്ഞു. ഞാൻ തലസ്ഥാനമായ യദോ വിടുകയും ചില ഡച്ച് നാവികരുമായി ചെങ്ങാത്തത്തിലാവുകയും ചെയ്തു. ലെയ്ഡനിൽ വെച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചതിനാലാണ് എനിക്ക് ഡച്ച് ഭാഷ നന്നായി സംസാരിക്കാൻ കഴിഞ്ഞത്. തുടർന്ന് കേപ്പ് ഹോപ്പ് ഗുഡ് ഹോപ്പിലേക്ക് യാത്ര തിരിച്ച് അവിടെ നിന്ന് ശുദ്ധജലം ശേഖരിച്ച് വളരെ നീണ്ടതും കഷ്ടതരവുമായ യാത്രയ്ക്ക് ശേഷം നാഗസാക്കിയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഏപ്രിൽ 16 ആംസ്റ്റർഡാമിൽ വളരെ സുരക്ഷിതമായി എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി. ഏതാണ്ട് 5.5 വർഷക്കാലത്തെ പുറംകടൽ ജീവിതത്തിന് ശേഷം ഞാൻ 1710 ഏപ്രിൽ 20 വീട്ടിലെത്തി. ഭാഗം 11 കുതിരകളുടെ രാജ്യം. ഭാര്യയോടും മക്കളോടുമൊപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഏതാണ്ട് 5.5 മാസത്തോളം കഴിഞ്ഞു. അഡ്വഞ്ചർ കപ്പലിൽ നിന്നുള്ള പ്രയോജനപ്രദമായ വാഗ്ദാനം സ്വീകരിച്ച് ഞാൻ എൻ്റെ പാവം ഭാര്യയെ പിരിഞ്ഞു. 1710 സെപ്റ്റംബർ 7 വീണ്ടും ഞാൻ യാത്ര പുറപ്പെട്ടു. ഇത്തവണ നാവികനായിട്ടായിരുന്നു എൻ്റെ യാത്ര. കാരണം സർജനായി ജോലി ചെയ്യുന്നത് എനിക്ക് മടുത്തിരുന്നു. യാത്രാമധ്യേ അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയ കൊടുങ്കാറ്റ് കപ്പലിന് വലിയ നാശം ചെയ്തു. കപ്പൽ ജോലിക്കാർ പലരും മരിച്ചു. കൂടുതൽ ആളെ എടുക്കാതെ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യെന്നായി.
ബാർബഡോസ് ദേശത്ത് നിന്ന് ഞാൻ ജോലിക്ക് എടുത്തവർ തെമ്മാടികളായി മാറിയിരുന്നു. അവർ എനിക്കെതിരെ തിരിയുകയും എന്നെ തടവുകാരനാക്കുകയും എന്നെ കപ്പലിൽ നിന്ന് എറിഞ്ഞു കളയാൻ ശ്രമിക്കുകയും ചെയ്തു. അവരെന്നെ ഒരു വലിയ വള്ളത്തിലേക്ക് നിർബന്ധിച്ച് കയറ്റി. ആ വള്ളത്തിൻ്റെ സഹായത്തോടെ ഞാനൊരു രാജ്യത്തെത്തിച്ചേർന്നു. അവിടെയുള്ള നിവാസികൾ വിചിത്ര രൂപികളും അംഗഭംഗം വന്നവരുമായ ഇരുകാലികളായിരുന്നു. മനുഷ്യരെപ്പോലെ എന്ന് മാത്രം പറയാവുന്ന ഒരുതരം ജീവികൾ. എന്നാൽ മനുഷ്യരെന്ന് തീർത്ത് പറയുകയും വയ്യ. മൂർച്ചയുള്ള കൊളുത്തുപോലെ കൂർത്ത നഖങ്ങളുള്ള, രോമം നിറഞ്ഞ, ആടിനെ പോലെ താടിയുള്ള ജന്തുക്കളായിരുന്നു അവർ. മരം കയറാൻ ഈ നഖങ്ങൾ അവർക്ക് ഉപകരിച്ചു. എന്നെ കണ്ട് അവയൊന്നും ഭയന്നോടിയില്ല. ആദ്യം ഒന്ന് മടിച്ചിട്ട് ഒരു ജീവി ധൈര്യത്തോടെ താഴെ ഇറങ്ങി വന്നു. ഞാൻ അതിനെ വെട്ടുകത്തി കണ്ട് നേരിട്ടു. അടികൊണ്ട് ജന്തു അലറിക്കൊണ്ടോടി. ശബ്ദം കേട്ട് 10-40 എണ്ണം ഓടിക്കൂടി. പിന്നെ തീരെ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഉണ്ടായത്. സമീപത്തുണ്ടായിരുന്ന മരത്തിൽ ചാടിക്കയറി അവ എന്നെ ലക്ഷ്യമാക്കി മലവിസർജനം നടത്തി. കുതിരയെപ്പോലിരിക്കുന്ന ഒരു ജീവി പ്രത്യക്ഷപ്പെട്ടത് കണ്ടതോടെ അവർ ഓടിപ്പോയി. മനുഷ്യർ ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും പോലെയായിരുന്നു ആ കുതിരകൾ പെരുമാറിയത്. ഞാൻ അവരോട് സംസാരിച്ചെങ്കിലും അവർക്കതൊന്നും മനസ്സിലായില്ല. അവരെന്നെ വിസ്തരിച്ചു പഠിച്ചു. കുതിര ചിനയ്ക്കും പോലെ അവർ ഉച്ചരിച്ച യാഹു എന്ന വാക്ക് ഞാനും പഠിച്ചു. കൂടാതെ അവരിൽ നിന്ന് ഹ്വീനംസ് എന്ന വാക്കും. ചർച്ചകൾക്ക് ശേഷം കുതിരകൾ യാത്ര പറഞ്ഞു. ആദ്യം വന്ന കുതിര കൂടെ ചെല്ലുവാൻ എന്നോട് ആജ്ഞാപിച്ചു. ഞാൻ അതിനു പിന്നാലെ നടന്നു. തടികൊണ്ട് പണിത് വൈക്കോൽ പൊതിഞ്ഞ ഒരു നീണ്ട കെട്ടിടത്തിലേക്കാണ് അവർ എന്നെ കൊണ്ടുപോയത്. ഒരു കുതിര അധികാരത്തോടെ ചിരിക്കുകയും മറ്റേ കുതിരകൾ അതേ രീതിയിൽ മറുപടി നൽകുകയും ചെയ്തു. യാഹൂ എന്ന വാക്കാണ് അവിടെയും ആവർത്തിച്ച് കേട്ടത്. അനന്തരം എന്നെ അവർ ഞാൻ വന്ന ഉടനെ കണ്ട ആ വെറുപ്പുളവാക്കുന്ന ജന്തുക്കളുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. ആ ജന്തുക്കളെ ഞാൻ ശ്രദ്ധയോടെ പരിശോധിച്ചു. ഈ ജന്തുക്കൾക്ക് മനുഷ്യരോട് സാദൃശ്യമുണ്ടെന്ന് കണ്ട് ഞാൻ ആകെ പരിഭ്രാന്തിയിലായി. കുതിരകളുടെ ഹൂയിനങ്ങളുടെ ഭാഷ പഠിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. കുതിര നേതാവിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു, സോറൽ നാഗ്. സോറൽ നാഗ് എന്നെ ആ ഭാഷ സംസാരിക്കാൻ പഠിപ്പിച്ചു. ഭാഷ പഠിച്ചതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. ഞാനൊരു യാഹുവാണെന്നാണ് അവർ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ രാജ്യത്തെപ്പറ്റി കുതിരകളോട് വിവരിക്കാൻ എനിക്ക് കഴിവുണ്ടായി. ഞാൻ എൻ്റെ ശരീരം മുഴുവൻ വസ്ത്രം കൊണ്ട് മൂടിയാണ് നടന്നത്. കാരണം മനുഷ്യരോട് സാദൃശ്യമുള്ള യാഹുവാണ് ഞാനെന്ന് അവ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ ഭയന്നു. യാഹു വെറുക്കപ്പെട്ട ജന്തുക്കളാണെന്നതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. അവരെന്നെ ചോദ്യം ചെയ്തു. ഇംഗ്ലണ്ടിലെ ജീവിതത്തെപ്പറ്റിയെല്ലാം ഞാൻ വിവരിച്ചു കൊടുത്തു. ഇംഗ്ലണ്ടിൽ കുതിരകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും ധനികരും സാധാരണക്കാരും എങ്ങനെയാണ് അവയെ സംരക്ഷിക്കുന്നത് എന്നും ഞാൻ പറഞ്ഞുകൊടുത്തു. കുതിരകളോടുള്ള ഇംഗ്ലീഷുകാരുടെ പെരുമാറ്റത്തിൽ എൻ്റെ മാസ്റ്റർ അനിഷ്ടം പ്രകടിപ്പിച്ചു. കുറ്റങ്ങളിലും ദുരാചാരങ്ങളിലും ജനങ്ങൾ ഭാഗഭാക്കാക്കുന്ന രീതിയോടും അദ്ദേഹം അസഹിഷ്ണുതയാണ് പ്രകടിപ്പിച്ചത്. ഇംഗ്ലണ്ടിൽ നടന്ന യുദ്ധത്തിൻ്റെ പ്രകൃതം, കാരണങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ ഒക്കെ വിശദമായി ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. നിസാര കാര്യങ്ങളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസം, മന്ത്രിമാരുടെ അഴിമതി, അത്യാഗ്രഹം എന്നിവയൊക്കെയാണ് യുദ്ധത്തിന് കാരണമാവുന്നതെന്നും പറഞ്ഞു. വക്കീലന്മാർ അത്രമേൽ അസത്യവാദികളായതുകൊണ്ട് യഥാർത്ഥ നീതിക്ക് വേണ്ടി അവരൊരിക്കലും വാദിച്ചില്ല. അധികാരമുള്ളവർക്ക് അനുസൃതമായി ജഡ്ജിമാർ പ്രവർത്തിച്ചു. യാഹുവിൻ്റെ നാട്ടിൽ പണം കൊണ്ട് എന്തും നേടാമെന്നുകൂടി ഞാൻ വെളിപ്പെടുത്തി. പണത്തിൻ്റെ ഇല്ലായ്മ മനുഷ്യരെ കൊണ്ട് മോഷണം, ചതി, കളവ് തുടങ്ങിയ വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്യിക്കുന്നു. എത്ര കേട്ടിട്ടും ഈ പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ യജമാനന് കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു തുമ്പും കിട്ടാത്ത അവസ്ഥയിലായി. ഞാൻ ഇതുവരെ വായിച്ച കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.